നമസ്കാരം. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ അവരവരുടെ ഭരണ കാലയളവുകളിൽ പഞ്ചായത്തിനായി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിന് വേണ്ടി ആവിഷ്കരിക്കുകയും വിജയകരമായി നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള വികസന പദ്ധതികളും ഇനി നടപ്പിലാക്കാനുള്ള ആവിഷ്കരിച്ചിട്ടുള്ള ആസൂത്രണം ചെയ്ത പദ്ധതികളുമെല്ലാം കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MR രതീഷും പാലക്കാട് ജില്ലയിലെ പുതുനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് സുധീറ ഇസ്മായിലുമാണ്. എല്ലാവർക്കും എൻ്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്കാണ്. ക്ഷേത്ര നഗരിയായാണ് ചോറ്റാനിക്കര അറിയപ്പെടുന്നത് തന്നെ. അതിൻ്റെതായ തിരക്കും തീർത്ഥാടകരുടെ തിരക്കും എല്ലാം അനുഭവപ്പെടുന്ന അതേസമയം വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കൂടി കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്താണ് ചോറ്റാനിക്കര. ചോറ്റാനിക്കരയുടെ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എല്ലാം പങ്കുവെക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് നമുക്കൊപ്പമുണ്ട്. നമസ്കാരം രതീഷ്. ചോറ്റാനിക്കര പഞ്ചായത്തിനൊപ്പം ഈ ഒരു ഭരണ കാലയളവിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഈ ഒരു 5 വർഷക്കാലത്തെ പഞ്ചായത്തിന്റെ വികസനത്തെയും ഭരണകാലയളവിൽ ഉണ്ടായ മാറ്റങ്ങളെയും എല്ലാം എങ്ങനെ നോക്കിക്കാണുന്നു? നമസ്കാരം. എൻ്റെ പേര് രാജേഷ്, ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എറണാകുളം ജില്ലയിലെ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ചോറ്റാനിക്കര പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നതിന്റെ ഒരു കാഴ്ചപ്പാട് സംസ്ഥാനത്ത് സർക്കാർ നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ കൂടിയാണ്. പ്രാദേശികമായി നേടിയെടുക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമങ്ങളും ചെയ്തു വരുന്നു. ഇപ്പോ പ്രധാനമായിട്ടും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ സർക്കാർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എല്ലാ പഞ്ചായത്തുകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഉപയോഗപ്പെടുത്തി തന്നെ നേട്ടങ്ങൾ കരസ്ഥമാക്കുക എന്ന നിലയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ആ സർക്കാരിനെ പിന്തുണയ്ക്കാൻ കഴിയുന്ന നല്ല ശ്രദ്ധേയമായ ഇടപെടലുകൾ നടന്നു വരുന്നുണ്ട്. വരുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനകീയമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും പിന്തുണയും നൽകുകയും ചെയ്യുന്നു. ദേവീക്ഷേത്രത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അവിടേക്ക് കടന്നു വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുണ്ട്. അവർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കുകയും അവരുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നടന്നു വരുന്നുണ്ട്. രതീഷ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര നഗരിയാണ്. ദേവീക്ഷേത്രത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അല്ലെങ്കിൽ അത്തരത്തിൽ നിരവധിയായ തീർത്ഥാടകർ ദിനം പ്രതി വന്നു പോകുന്ന ഒരിടമാണ്. ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ വലിയൊരു പ്രാധാന്യം തന്നെ ഈ ക്ഷേത്ര നഗരിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളുടെയും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളുടെയും വികസനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പഞ്ചായത്തിൻ്റെ മൊത്തത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഈ ഒരു ക്ഷേത്ര നഗരിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നടത്തി വരാൻ സാധിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് ലിങ്ക് റോഡ് നിർമ്മിക്കുന്നത് പോലുള്ള ചോറ്റാനിക്കരയുടെ ക്ഷേത്രത്തിന് ചുറ്റും വികസനം കൊണ്ടുവരുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ എല്ലാം മുൻപ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പുരോഗതി എങ്ങനെയാണ്? നമ്മള് ക്ഷേത്രത്തിന്റെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുള്ള ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരും. അവരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, അവർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നല്ല കൃത്യതയോടുകൂടിയുള്ള ഇടപെടൽ ചെയ്യുന്നുണ്ട്. മണ്ഡലകാലത്താണ് ഏറ്റവും അധികം ആളുകൾ വരുന്നത്. ആ മണ്ഡലകാലത്തിന്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തും. ഇപ്പൊ പഞ്ചായത്താണ് മുന്നോട്ട് പോകുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും വലിയ മാലിന്യ പ്രശ്നം അഭിസംബോധന ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ നമ്മള് ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തും ദേവസ്വവും കൂടി സഹകരിച്ച് ഒരു STPയുടെ പദ്ധതി, ഏകദേശം 4.5 കോടി രൂപ ചെലവ് വരുന്ന STPയുടെ പദ്ധതി അത് ആരംഭിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആ പദ്ധതിയിലേക്ക് എത്തിച്ചേർന്നിട്ട് ഇവിടെ കടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു. 1 രൂപയ്ക്ക്
വെള്ളം, തണുത്ത വെള്ളം ലഭിക്കുന്നതിന് കഴിയുന്ന രീതിയിൽ വാട്ടർ ATM വരുന്ന ആഴ്ചയിൽ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിൽ നമ്മൾ നിർമ്മാണം തിരിച്ചു വരുന്നു. ലിങ്ക് റോഡുള്ള സൗകര്യങ്ങളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മതിയായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ട് കട്ട വിരിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാർക്കിങ്ങിന് പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിലവിൽ അവിടുത്തെ വലിയ തിരക്ക് കുറയ്ക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും കഴിയുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് വരുന്ന സന്ദർഭത്തിൽ ഇനി അഭിമുഖീകരിക്കാനുള്ളത് മകം തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം തന്നെ 1,00,000-ലേറെ ആളുകൾ കടന്നു വരുന്ന അത്രയും വലിയ തിരക്ക് അഭിമുഖീകരിക്കാനാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം കൂടുകയും അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ കാലേക്കൂട്ടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിഴവുകളില്ലാത്ത രീതിയിൽ മകം തൊഴിലിന് എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും സുഗമമായി തൊഴാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ കൂടി നേതൃത്വത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു. എല്ലാ പഞ്ചായത്തുകളുടെയും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ് മാലിന്യ നിർമ്മാർജ്ജനം. മിനി MCFകൾ, ബയോബിന്നുകൾ, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ എല്ലാം നേതൃത്വത്തിൽ വീടുകളിൽ ചെന്നുകൊണ്ട് മാലിന്യം ശേഖരിക്കുക, ഡോർ ടു ഡോർ കളക്ഷൻ പോലുള്ള പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്ത് വളരെ കൃത്യമായി തന്നെ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചോറ്റാനിക്കര പഞ്ചായത്തിനെ അതിൽ നിന്ന് വേറിട്ടതാക്കുന്നത് വീടുകളിലെ ഒരു മാലിന്യം അല്ലെങ്കിൽ അത്തരത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ചെറിയ ഒരു സ്കെയിലിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല, മറിച്ച് ഇത്തരത്തിലൊരു തീർത്ഥാടനം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ മാർജിനിൽ അല്ലെങ്കിൽ വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോട്ടലുകൾ, ലോഡ്ജുകൾ, അതുപോലെ തന്നെ താമസ സ്ഥലങ്ങളിൽ നിന്നെല്ലാമുള്ള ഭക്ഷ്യമാലിന്യവും മറ്റ് ശുചിമുറി മാലിന്യം അടക്കമുള്ള മാലിന്യങ്ങളും ഇത്തരത്തിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വീടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണം മാത്രമല്ല, പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഇത്തരത്തിലുള്ള ഹോട്ടൽ, അതുപോലെ തന്നെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം വരുന്ന കുറെ കൂടി വലിയ അളവിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ മാലിന്യ നിർമ്മാർജ്ജനം എങ്ങനെയാണ് പഞ്ചായത്ത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത്? മാലിന്യ സംസ്കരണത്തിന്റെ മികവാർന്ന മാതൃകയായിട്ട് ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിനെ മാറ്റിത്തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന നല്ല മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. കഴിഞ്ഞ വർഷത്തെ നവകേരള പുരസ്കാരം ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിന് ലഭിക്കേണ്ടേ ഖരമാലിന്യ സംസ്കരണം. നമ്മുടെ പഞ്ചായത്തിലെ ഈ ഭരണസമിതി ചുമതലയേൽക്കുന്ന സമയത്ത് ചോറ്റാനിക്കരയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ലഭിച്ചിരുന്ന വരുമാനം 3,000 രൂപ, 4,000 രൂപയ്ക്ക്. ഞങ്ങളത് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളും ഹരിതകർമ്മസേനയോട് സഹകരിക്കുന്ന ഒരു പൊതുബോധ നിർമ്മിതിയുടെ പരിശ്രമമാണ് നടത്തിയത്. അവരുടെ ഹരിതകർമ്മസേനയുടെ സേവനം പോരായ്മകളില്ലാതെ മുഴുവൻ വീടുകളിലും അത് ഭവന സന്ദർശനം നടത്തി തന്നെ വീടുകളിൽ എത്തിച്ച് ഈ സേവനം നൽകുക. എനിക്ക് തോന്നുന്നേ സർക്കാർ ഇപ്പോ എല്ലാ സേവനവും വീട്ടുമുറ്റത്തെത്തുക എന്ന നിലയിലേക്കൊക്കെ വലിയ സ്വപ്നം കാണുന്നുണ്ട്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ വിഭാവനം ചെയ്താണ് വാതിൽപ്പടി സേവനമായിട്ട് ഹരിതകർമ്മസേന സേവനം. അത് നമ്മൾ ഏറ്റവും ഫലപ്രദമായി 100% എന്ന നിലയിലേക്ക് എത്തി. ഹരിതകർമ്മസേനയുടെ വരുമാനം സുസ്ഥിരമാകുന്ന നിലയുണ്ടായി. അവരുടെ വരുമാനം ഇപ്പൊ 20,000 രൂപയ്ക്ക് മുകളിലേക്ക് എന്ന നിലയിൽ എത്തിച്ചേർന്നു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം തരംതിരിച്ച് ബെയില് ചെയ്യാൻ കഴിയുന്ന ബെയിലിംഗ് മെഷീൻ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ ഓഫീസ് വളരെ മാതൃകാപരമായ നിലയിൽ മെച്ചപ്പെട്ട ഓഫീസാക്കി മാറ്റാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി അവർക്ക് AC സ്ഥാപിച്ചു കൊടുക്കുക. അതായത് എറണാകുളം ജില്ലയിൽ തന്നെ ചിലപ്പോൾ AC ഉള്ള ഒരു ഹരിതകർമ്മസേനയുടെ ഓഫീസ്, അവിടെ തന്നെ മാലിന്യ സംസ്കരണ ഉപാധികൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ, അതുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്താനൊക്കെ സൗകര്യമുള്ള നിലയിലാണ് അവരുടെ ഓഫീസ് നമ്മുടെ ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്റർ ഒരുക്കിയിട്ടുള്ളത്. ജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഉപാധികൾ മുഴുവൻ വീടുകളിൽ ഉണ്ടാവുക എന്നത് പഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യമാണ്. ആവശ്യമായ ഇത്ര ബയോ ബിന്നുകളും ബിന്നുകളും വിതരണം ചെയ്യാൻ എല്ലാ വർഷവും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ബയോ ബിന്നുകളും മാലിന്യ സംസ്കരണ ഉപാധികളും ഉണ്ട് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എല്ലാ അംഗൻവാടികളിലും ബയോ ബിന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം കൊണ്ട് ധാരാളം അധികം മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം അതാതിടങ്ങളിൽ തന്നെ മാലിന്യ സംസ്കരണത്തിന് വേണ്ട ഉപാധികൾ ഒരുക്കിയിട്ടുണ്ട്. ചോറ്റാനിക്കര പഞ്ചായത്തിന്റെ ഒരു അഭിമാനം മുഴുവൻ ആളുകളും മാലിന്യ സംസ്കരണത്തോട് സഹകരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത്. വലിച്ചെറിയൽ മുക്ത കേരളം എന്ന നിലയിലുള്ള ലക്ഷ്യത്തിലേക്ക് വലിയ അളവോളം മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ പഞ്ചായത്തിലെ ഏതെങ്കിലും പ്രദേശത്ത് മാലിന്യം കൂടിക്കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ അതെല്ലാം
സ്ത്രീ ശാക്തീകരണവുമായി പറഞ്ഞു. ബന്ധപ്പെട്ട് അതുപോലെ സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം പോലുള്ള രംഗത്ത് കുടുംബശ്രീ പോലുള്ള അവയെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിന് വേണ്ടി തൊഴിൽ സംരംഭങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ പോലെ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതികൾ വളരെ കൃത്യമായി ആവിഷ്കരിച്ച് നടത്തി വരുന്ന ഒരു പഞ്ചായത്താണ് ചോറ്റാനിക്കര പഞ്ചായത്ത്. അത്തരത്തിൽ ഈ സ്വയം പര്യാപ്തരാക്കാനുള്ള സംരംഭങ്ങളും പദ്ധതികളുമെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വിപണന കേന്ദ്രങ്ങളും സംരംഭങ്ങളും എല്ലാം കൃത്യമായി നടപ്പിലാക്കി കൊണ്ടുപോകാൻ പഞ്ചായത്ത് എങ്ങനെയാണ് മുൻകൈയെടുക്കുന്നത്? സ്ത്രീ ശാക്തീകരണം ഈ സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ രൂപീകരണം തന്നെ പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ തന്നെയാണ്. നമ്മുടെ പഞ്ചായത്തിലെ വനിതാ സഹകരണ ഒരു കുടുംബശ്രീയുടെ സംരംഭങ്ങളുടെ ഒരു നില നമ്മൾ പരിശോധിക്കുമ്പോൾ കുടുംബശ്രീ യൂണിറ്റുകൾ 200-ലേറെ ഉണ്ട്. സംരംഭങ്ങളുടെ അളവ് കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പോരായ്മയായിട്ട് അവർക്ക് കാണുന്നത് പഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഭരണകാലയളവിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ള പദ്ധതികളെക്കുറിച്ചും എല്ലാമുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് എൻ്റെ പഞ്ചായത്ത്. എൻ്റെ പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മളോട് സംവദിച്ചത് ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR രാജേഷാണ്. ചോറ്റാനിക്കര എന്ന് പറയുന്നത് നഗര സ്വഭാവത്തോട് അടുത്തു നിൽക്കുന്ന എന്നാൽ ഗ്രാമപഞ്ചായത്ത് തന്നെയായ ഒരു പഞ്ചായത്താണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകയായ അല്ലെങ്കിൽ ഒരു മികച്ച മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്താണ് ചോറ്റാനിക്കര എന്നാണ് ശ്രീ രാജേഷ് നമ്മളോട് പറഞ്ഞത്. വലിയ രീതിയിൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഡോർ ടു ഡോർ കളക്ഷനും വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ മാലിന്യം ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുകയും മിനി MCFകളും MCFകളും ഇത്തരത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് പുറമെ ആ മാലിന്യം കൃത്യമായി സംസ്കരിക്കാനുള്ള ബെയിലിംഗ് മെഷീനുകൾ അടക്കം സജ്ജമാക്കാൻ ചോറ്റാനിക്കര പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കൃത്യമായ നഗരവികസനവും സ്ത്രീ ശാക്തീകരണം പോലുള്ള രംഗങ്ങളിലും കൃത്യമായൊരു പുരോഗതി കൈവരിക്കാൻ ചോറ്റാനിക്കര പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ തൊഴിൽ സംരംഭങ്ങളും നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്.